ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ബിരിയാണി എന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല. അതേപോലെ മീനുകൾ ഏറ്റവും ടേസ്റ്റുള്ള കിങ് ഫിഷ് ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് മറ്റൊന്നല്ല, കിങ് ഫിഷ് ബിരിയാണിയാണ്. വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ചാനലിടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഇതിനായിട്ട് നല്ല വലിപ്പത്തിലുള്ള ഐക്കൂറ ഒരു 5 പീസ് എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 800 ഗ്രാം തൂക്കം വരും. ഇത് നമുക്ക് ആദ്യം തന്നെ ഒന്ന് മസാല ഇടാം. 1 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 മുറി ചെറുനാരങ്ങ നീര്, അല്പം വെളിച്ചെണ്ണ. ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണ കുറച്ച് കട്ടയായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മസാല ഇടാം. അപ്പോൾ നമ്മുടെ കിങ് ഫിഷ് എല്ലാം നന്നായിട്ട് മസാല ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാലയൊക്കെ മീനിൽ പിടിക്കാനായിട്ട് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. ഈ ഫിഷ് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുന്ന ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ ബോയിൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ പ്യുവർ ഗീ ആഡ് ചെയ്ത് കൊടുക്കാം. 2 വലിയ കഷ്ണം കറുകപ്പട്ട, 7 പീസ് ഗ്രാമ്പു, 7 പീസ് ഏലക്കായ, ഒരു 4 ബേ ലീഫ്, 1 ടീസ്പൂൺ അളവിൽ മുഴുവൻ കുരുമുളക്, അതേപോലെ 1 മുഴുവൻ ചെറുനാരങ്ങ ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്. ഞാനിവിടെ ഏകദേശം ഒരു 3 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കണക്കാക്കിയാണ് ഇതിലേക്ക് ഞാൻ സ്പൈസസ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുന്ന റൈസിന്റെ അളവനുസരിച്ച് ഇവിടെ ഇട്ട് കൊടുക്കുന്ന സ്പൈസസിന്റെ ഒക്കെ അളവിൽ മാറ്റങ്ങൾ വരുത്താം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളത്തിൽ അരമണിക്കൂർ കുതിർത്തി വെച്ച ബസ്മതി റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 3 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 85 to 90% വേവ് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ റൈസൊക്കെ ഏകദേശം വെന്ത് സെറ്റായിട്ടൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ വേവ് ഒന്ന് നോക്കി നോക്കാം. ഏകദേശം ഒരു 85-90% നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം മതി. നമുക്കിനി ഇത് ഇവിടെ നിന്ന് ഊറ്റിയിടുക. അടുത്തതായിട്ട് കിങ് ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഈ പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഫിഷ് നമുക്ക് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ ഈ ഫിഷൊക്കെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. എന്നാലാണ് അതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് വരുള്ളൂ. അപ്പോൾ നമ്മുടെ ഫിഷിൻ്റെ ഒരു സൈഡൊക്കെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ നമുക്ക് മൊത്തം ഫിഷ് തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫിഷ് എല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇതിൽ നിന്ന് എടുത്തു മാറ്റാം. ഇങ്ങനെ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു 85% ഫ്രൈ ചെയ്തെടുത്താൽ മതി. ബാക്കിയുള്ള ഒരു 15% നമ്മൾ റൈസൊക്കെ ഇട്ട് ദം അടിക്കുന്നുണ്ട്. ആ സമയത്ത് കുക്കായി വന്നോളൂ. അടുത്തായിട്ട് നമുക്കിനി ഫിഷിലേക്ക് വേണ്ട മസാല റെഡിയാക്കാം. അതിനായിട്ട് ഇതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമുക്ക് സബോള ഇട്ട് കൊടുക്കാം. ഏകദേശം മീഡിയം സൈസുള്ള 4 സബോള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സബോളയ്ക്ക് ആവശ്യത്തിന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. 4 പച്ചമുളക് സ്ലൈസ് ചെയ്ത് നുറുക്കിയത്, 1 തണ്ട് കറിവേപ്പില. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഏകദേശം ഒരു 3 മിനിറ്റ് ഇതേപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ആഡ് ചെയ്യാം. അതിനായിട്ട് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിം ആക്കിയതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ സാധാരണ എരിവുള്ള മുളക് പൊടി,
1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം ചേർത്ത് പൊടികളുടെ പച്ചമണക്ക് മാറി വരെ ഇളക്കി കൊടുക്കാം. നമ്മുടെ പൊടികളുടെ പച്ചമണക്ക് മാറി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 2 തക്കാളി മിക്സിയിലിട്ട് അടിച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ മസാലയിലേക്ക് തക്കാളിയൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ യോഗർട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ 1 പിടി മല്ലിയില, മല്ലിയിലയുടെ അതേ അളവിൽ തന്നെ പുതിനയില, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത യോഗർട്ടും അതുപോലെ ലീഫൊക്കെ നന്നായിട്ട് മസാലയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫിഷ് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. ഏകദേശം 1/2 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫിഷിന് വേണ്ടിയുള്ള മസാലയൊക്കെ ഏകദേശം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ഫിഷ് ഇട്ട് കൊടുക്കാം. ഫിഷിലേക്ക് പെട്ടെന്ന് തന്നെ മസാല പിടിക്കാനാണ് നമ്മൾ കുറച്ച് മസാലയൊക്കെ കുറച്ച് ലിക്വിഡാക്കി എടുത്തിട്ടുള്ളത്. നമുക്ക് കുറച്ച് മസാലയൊക്കെ ഈ ഫിഷിന്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫിഷും മസാലയിട്ടൊക്കെ ഒന്ന് സെറ്റ് ആവാനായിട്ട് ഏകദേശം ഒരു അടച്ചു വെച്ച് ഒരു 3 മിനിറ്റ് കൂടി കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്ത് തുടങ്ങിയിട്ട് 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. തുറന്ന് നോക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണാം ഇതിലെ ഗ്രേവിയും ഓയിലൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് റൈസ് ഒക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ദമ്മടിക്കാം. ഇതിനായിട്ട് ഇതിന്റെ മുകളിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് മൊത്തത്തിൽ ചെരിയാണ്ട് ഒരു തവി കൊണ്ട് വേണം ഇതേപോലെ സിമ്പിളായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ വേവിച്ചെടുത്ത മുഴുവൻ റൈസും ഇതിന്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്പം മല്ലിയില, അല്പം പുതിനയില, ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ഓണിയൻ, അതുപോലെ ഫ്രൈ ചെയ്ത കാഷ്യും കിസ്മിസും, ഇനി 1 ടീസ്പൂൺ അളവിൽ പൈനാപ്പിൾ എസൻസ്. ഇനി നമുക്ക് പ്യുവർ ഗീ പല പല സ്ഥലങ്ങളിലായിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സിൽവർ ഫോയിൽ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് അടച്ചു വെച്ച് ഏകദേശം ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ദമ്മടിച്ച് വെച്ചിട്ട് ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. തുറക്കുന്ന സമയത്ത് തന്നെ അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ റൈസ് കാഷ്യും കിസ്മിസായിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, അടിയിൽ മീൻ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് മുകളിൽ അധികം അനക്കം തട്ടാത്ത രീതിയിൽ വേണം മിക്സ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് മുകളിൽ നിന്ന് കുറച്ച് റൈസ് എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മളൊരു 3/4 ഭാഗത്തോളം റൈസൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഏകദേശം അടിയൊക്കെ എത്തിയിട്ടുണ്ട്. ഫിഷൊക്കെ മസാലയിലും അതുപോലെ റൈസിൻ്റെ ഇടയിലൊക്കെ കിടന്ന് നന്നായിട്ട് സെറ്റായിട്ട് മാറിയിട്ടുണ്ട്. നമുക്കിനി സെർവ് ചെയ്യാം. അതിനായിട്ട് ഈ ഫിഷൊക്കെ ഒന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കിങ് ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം. ഫിഷ് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഐക്കൂറ തന്നെ വേണമെന്നില്ല, വേറെ ഏതെങ്കിലും മീൻ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ കിങ് ഫിഷ് കൊണ്ട് ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ഫ്ലേവറും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ജിയ റെസിപ്പിയുടെ മറ്റൊരു അടിപൊളി വിഭവമായി ഇനി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.